രാജാക്കട ജോസ്ഗിരി റോഡിൽ മുല്ലക്കാനത്തിന് സമീപം തുണ്ടിയിൽ വളവിൽ ലോറി കുടുങ്ങി. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് ലോറി വളവ് തിരിയാതെ കുടുങ്ങിപ്പോയത്. രാജാക്കട ഭാഗത്തു നിന്നും വൈദ്യുതി പോസ്റ്റുമായി തേക്കിൻകാനം ഭാഗത്തേക്ക് പോകുന്നതിനിടെയാണ് വളവിൽ കുടുങ്ങിയത്. ഇതോടെ രാജാക്കട കുഞ്ചിത്തണ്ണി ഭാഗങ്ങളിലേക്ക് പോകേണ്ട വാഹനങ്ങൾ 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് ഇതിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്ന് രാവിലെ ഒരു ലോറി കുടുങ്ങി 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇതിൻ്റെ ഒരു മാറ്റം വേണം. ഈ റോഡ് പണിയിൽ ഉള്ള നിരവധി അപാകതകളാണ് ഈ അപകടങ്ങൾക്കുള്ള കാരണം. ഈ വളവിൽ ഒരു വലിയ ലോറി പോലും തിരിയല്ലാത്ത ഒരു സ്ഥിതിയുണ്ട്. ഇന്ന് രാവിലെ ലോഡുമായിട്ട് വന്ന വണ്ടി 1 മണിക്കൂറോളം ഇവിടെ ഗതാഗതം തടസ്സപ്പെട്ടു. നിരവധി സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ ഈ വഴിക്ക് യാത്ര ചെയ്യുന്നതാണ്. അതിനെല്ലാം തടസ്സം വന്നു. ഇതിനു മുമ്പ് ടൂറിസ്റ്റ് ബസ്സുകൾ ഉൾപ്പെടെ വലിയ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കാറുണ്ട്. വീതി കുറഞ്ഞ വളവും വഴിപരിചയക്കുറവുമെല്ലാം ഇവയ്ക്ക് കാരണമാകുന്നു. രാജാക്കാട് കുഞ്ചിത്തണ്ണി പ്രധാന പാതയിൽ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ, ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ പാതയിലെ വളവ് വീതി കൂട്ടി ഗതാഗതം സുഗമമാക്കണമെന്നാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം. സിൻഡോ രാജാക്കാട്, ടോപ്പ് മീഡിയ, രാജാക്കാട്.